Hi, hello everyone. Welcome to our channel Spicy and Pastry. മാംഗോ സീസണൊക്കെ അല്ലേ, മാംഗോ ഒക്കെ ഇഷ്ടംപോലെ കിട്ടുന്നുമുണ്ട്. അപ്പോൾ അത് വെച്ച് നല്ലൊരു ഡെസേർട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. കുക്കിങ്ങോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ നല്ല പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ 3 എണ്ണമാണ് എടുത്തത്. അപ്പോൾ ഇതൊന്ന് പ്യൂരിയാക്കി വന്നപ്പോൾ 1 കപ്പാണുള്ളത്. അപ്പോൾ നിങ്ങളുടെ മാങ്ങ എത്ര സൈസിൻ്റെ ആണെന്നൊക്കെ നോക്കിയിട്ട് 1 കപ്പ് പ്യൂരി ഒന്ന് എടുത്താൽ മതി. അപ്പോൾ ഒരു ബൗളിലേക്ക് അത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് പുളിയില്ലാത്ത തൈരാണ് ചേർക്കുന്നത്. സെറ്റ് കർഡ് ആണെങ്കിൽ അതാണ് നല്ലത്. ഇനി ഒരു 1/4 കപ്പോ അല്ലെങ്കിൽ നിങ്ങളുടെ മധുരത്തിന് ആവശ്യമുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ മാംഗോ മിക്സ് ഓപ്ഷണലാണ്. കൂടുതലും ഒരു മാംഗോയുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ മാംഗോ മിക്സ് ഉണ്ടായിരുന്നു. സോ അത് 2 to 3 ഡ്രോപ്സ് ഒന്ന് ചേർത്തിട്ട് ഒരു വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കട്ടകളൊന്നും ഇല്ലാതെ ഇതുപോലെ സ്മൂത്ത് ടെക്സ്ചർ ആവുന്നതിന് വരെ ഒന്ന് അടിച്ചെടുക്കാം. ഇനി ഒന്നുമില്ല, ഇതുപോലെ ഞാൻ കുഞ്ഞു ബൗൾസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ടോപ്പിൽ ഞാൻ ഈ മാംഗോ മിക്സ് ഒരു 2-3 ഡ്രോപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. അപ്പോൾ ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഒരു സ്ക്യൂർ വെച്ച് ഇതുപോലെ മിക്സ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഡിസൈനായി കിട്ടും. ഇനി അതിൻ്റെ മുകളിൽ ഒരു ചെറിയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ തണുപ്പ് വേണ്ടാത്ത ആൾക്കാർക്ക് വേണേൽ ഇങ്ങനെ കഴിക്കാം, അല്ലെങ്കിൽ സെറ്റാക്കി കഴിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് ഒരു ക്ലിംഗ് റാപ്പ് വെച്ച് മൂടി കൊടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് ഒരു 2-3 മണിക്കൂർ ഇരുന്ന് കഴിയുമ്പോൾ ഇതുപോലെ കട്ടയായിട്ട് കിട്ടും. ഒരു പുഡിംഗ് പോലെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് കഴിക്കാനും ഒരു പ്രത്യേക ടേസ്റ്റൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.